കൂട്ടുകാരെ, ഒരു കർഷകന് ഒരു കഴുത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ കഴുതയാണെങ്കിലും മടിയനായിരുന്നു, ഒരു പണി എടുക്കത്തില്ലായിരുന്നു. അപ്പൊ കർഷകൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ കഴുതയ്ക്ക് സ്വർണം കൊണ്ടുള്ള ഒരു സീറ്റ് വെച്ച് കൊടുക്കുകയാണ്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ കഴുത എന്തെന്ന് വിചാരിച്ചെന്ന് അറിയാമോ? ഈ കർഷകൻ എൻ്റെ കൂടെ സ്നേഹവും അതെനിക്ക് ഞാനില്ലെങ്കിൽ പിന്നെ വേറെ ആര് എന്നുള്ളൊരു ചിന്ത ഈ കഴുതയ്ക്ക് വരികയും അവിടെ കിടക്കുന്ന പണി മൊത്തവും നല്ല വൃത്തിയായിട്ട് ഈ കഴുത എടുക്കാൻ തുടങ്ങി കേട്ടോ. ഒരു റെസ്റ്റും ഇല്ലാതെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. കാരണം ഞാനില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കൂല, മുതലാളി എനിക്ക് സ്വർണം കൊണ്ടുള്ള പതക്കെയാണ് തന്നത് എന്നൊക്കെ ഉള്ള തീരുമാനത്തിൽ കടന്ന് നടക്കുകയാണ്. കുറേ നാൾ ജോലി ചെയ്തപ്പോഴത്തേക്കോ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരെയും അസുഖങ്ങൾ വരെയും അങ്ങനെ ഭയങ്കര പ്രോബ്ലംസ് വന്ന് അവസാനം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊന്നും കാര്യമായിട്ട് എടുക്കാതെ പിന്നെയും പണി ചെയ്തുകൊണ്ടിരുന്നു. ഒരു നാള് ഇതെന്തിനെന്നറിയുമ്പോൾ ഈ കഴുത തളർന്ന് വീഴുകയും ചോര തുപ്പുകയും ചെയ്തു. ഇത് കണ്ട കർഷകന് മനസ്സിലായി ഇനി ഈ കഴുതയെ കൊണ്ട് ഉപയോഗമില്ല എന്ന് മനസ്സിലാക്കുകയും ആ പട്ടം ഊരിയിട്ട് വേറൊരു കഴുതയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ആ താഴ്ന്നു കിടന്ന ആ കഴുതയ്ക്ക് മനസ്സിലായി ഒരിക്കലും എന്നോട് സ്നേഹം കൊണ്ടിട്ടല്ല ആ പട്ടം തന്നത്, എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം എന്റെ മുഖത്ത് വെച്ച് പിടിപ്പിച്ചതെന്ന് മനസ്സിലായി. ഇതേപോലെയാണ് എല്ലാ മനുഷ്യരെയും ഓരോ മുതലാളിമാര് ചെയ്യുന്നത്. ഒരു ആവശ്യമില്ലാതെ എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ചുമ്മാ പുകഴ്ത്തും, നിങ്ങളെ പുകഴ്ത്തുകയും കുറെ പ്രൈസുകൾ തരുകയും ആൾക്കാരെ മുമ്പ് കൈയടിപ്പിക്കുകയും നിങ്ങൾക്ക് ഇന്ന റാങ്ക്, ഇന്ന ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ടൂർ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് തരും. ഇത് വേറെ ഒന്നിനും അല്ല, നിങ്ങളെ കൊണ്ട് പട്ടിയെ പോലെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം നിങ്ങൾക്ക് ഒരു ഉപയോഗവും ഇല്ല എന്ന് അറിയുന്ന അവസ്ഥയിൽ ഇയാളെ എടുത്ത് കളയുകയും ചെയ്യും. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഓവർ സ്മാർട്ട് ആവാതെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തും കിട്ടും, പൈസയും കിട്ടും.